എൻ്റെ പേര് സുമ. ഞാൻ കൊല്ലം ഇടവക കോവിൽത്തോട്ടത്തു നിന്ന് വരുന്നു. ഒരു 7 മാസത്തിന് മുമ്പ് ഞാൻ ചുരുക്കി പറയുകയാണ്, യാദർച്ഛ്യമായി എനിക്ക് ഒന്ന് സ്കാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഗർഭപാത്രത്തിൽ ഡോക്ടർ പറഞ്ഞു ഒരിടം പോലുമില്ല, അതുപോലെ മുഴയാണ്. 3 മുഴ, വലിയ മുഴ 13 ഇഞ്ച് ഉണ്ട്. അപ്പം എൻ്റെ മോനെ വിളിപ്പിച്ചു ഡോക്ടർ. എന്നിട്ട് ഞങ്ങളെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഒത്തിരി പേടിപ്പിച്ചു ഡോക്ടർ. ഒത്തിരി വയറ് ഫുള്ള്, ഒരു ഇടം പോലും ഇല്ല സുമയ്ക്ക് ഇനിയും ഗർഭപാത്രത്തെയും മുഴയുണ്ടാവാൻ. മുന്തിരിക്കുല പോലെ തൂങ്ങി ഒരുപാട് മൊത്തം ഗർഭപാത്രം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എന്നെ ഈശോ തന്ന അവയവത്തെ ആണ് ഗർഭപാത്രം, അതെടുത്ത് കളയുന്ന ഇനിയും പ്രയോജനമില്ലെങ്കിലും എടുത്ത് കളയുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ചേട്ടത്തിൻ്റെ മോള് രാജസ്ഥാനിലുണ്ട്. അവൾ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞമ്മ ഇങ്ങ് പോരാൻ പറഞ്ഞു. 1,00,000 രൂപയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ഡോക്ടർ പറഞ്ഞു. അവളും പ്രൈവറ്റാണ്, എങ്കിലും അവൾ പറഞ്ഞു ഒരു 25,000 ഒക്കെ ആവുള്ളൂ, കുഞ്ഞമ്മ ഇങ്ങ് പോര്, കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർ കുറച്ച് തരുമെന്നൊക്കെ പറഞ്ഞു. അവിടെ പോയി, അവിടെ ചെന്ന് ഇവിടുത്തെ സ്കാനിങ്ങും റിപ്പോർട്ടെല്ലാമായിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഒത്തിരി വിഷമത്തിലിരിക്കുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ കുർബാന, അപ്പം എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. എല്ലാ ദിവസവും പോകുന്നതുകൊണ്ട് ഞാൻ യൂട്യൂബിനകത്ത് കുർബാന കൂടിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അച്ഛൻ എന്നെ കുർബാനയിലൊന്ന് ഓർത്തോണം, ഞാൻ യൂട്യൂബിൽ കുർബാന കാണും, അപ്പോൾ എനിക്ക് ആ കുർബാന കിട്ടും എന്ന് ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞിരുന്നു. അപ്പം യൂട്യൂബ് തുറന്നപ്പം നല്ലൊരു പുതിയൊരു അച്ഛനെ കണ്ടു. എന്തോ അവിടെ ഇപ്പം എനിക്ക് ജെറിക്കോ പ്രാർത്ഥനയോ ഈ പള്ളിയോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇത് തുറന്നപ്പം ഞാൻ കണ്ടു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി ഫീലിംഗ് ആയപ്പോൾ ഞാൻ അവിടുത്തെ ചൂട് നിങ്ങൾക്കറിയാം, രാജസ്ഥാനിലെ ചൂട്. ടെറസിൻ്റെ മണ്ടയിൽ പോയി ഞാൻ മുട്ടുകുത്തി ആ വെയിലത്ത്, പെരും വെയിലത്ത് 9-ന് തുടങ്ങിയതാണ്. ഇത് തീരുവോളം ഞാൻ ആ മുട്ടയിൽ നിന്ന് കൈ രണ്ടും വിരിച്ചു പിടിച്ച് അത് തീരുവോളം വെള്ളം പോലും കുടിക്കാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും, ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥനാ സഹായം, എനിക്കൊരു ഗ്രൂപ്പുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ നിന്നു. അത് കഴിഞ്ഞു ചെക്കപ്പ് ചെയ്തു. 3 വട്ടം ചെക്ക് ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞ്, ആ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ തന്നെ ഇവളെ വിളിപ്പിച്ചിട്ട്, ഭാഷ എനിക്കറിയത്തുണ്ട്, ഇവളെ വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് ഈ സഹോദരിയെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഈ റിപ്പോർട്ട് കാണിച്ചു. അവൻ പറഞ്ഞു ഇതിനകത്ത് ഒന്നുമില്ല, മുഴ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ട് ആ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഇവളെ വഴക്ക് പറഞ്ഞു, നാട്ടിൽ കിടന്ന ചേച്ചിയെ നീ എന്തിനാ ഇവിടെ ഒന്നുമില്ലാതെ, ഒരു മുഴ പോലും ഇല്ല, ഒന്നും കാണില്ല, ഒന്നുമില്ലാതെ നിനക്കെന്ത് വട്ടാണോ വിളിച്ച് ഇവിടെ വരുത്തിയതെന്ന് പറഞ്ഞു. അതുപോലെ ദൈവം എന്നെ ഒത്തിരി, ഈ ജെറിക്കോ പ്രാർത്ഥനയും കൂടെ, ഒരു ദിവസം നമ്മൾ അച്ഛനെ കണ്ടില്ല, അല്ലെ ഇവിടെ വന്നില്ല, ഒന്നും നമ്മൾ വിഷമിക്കണ്ട. ഞാൻ ഒരു ദിവസം പോലും അച്ഛനെ കണ്ടില്ല. ഞാൻ ഇത് പറയാൻ പോയതല്ല അച്ഛനെ, ഞാൻ വേറൊരു സംശയം ചോദിക്കാൻ, അച്ഛനറിയാം, വേറൊരു സംശയം ചോദിക്കാൻ പോയതാണ്. അപ്പോഴാണ് അച്ഛനോട് ഇത് പറഞ്ഞപ്പോഴാണ് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ യൂട്യൂബിൽ കണ്ടെന്നെ ഒത്തിരി അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും പിന്നെ ഇവിടെ നടക്കുന്ന അച്ഛനും ഒത്തിരി നന്ദി.